പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദപര മാതാവേ, ഈ വിശുദ്ധ വേളയിൽ എൻ്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയും അമ്മയുടെ സന്നിധിയിൽ എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ സ്നേഹവും സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ ദിവസവും അമ്മയുടെ അനുഗ്രഹത്താൽ ധന്യമാക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ വാത്സല്യത്തിൻ്റെ ചിറകുകൾക്കിടയിൽ അവരെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കളെയും സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും അവരുടെ ത്യാഗങ്ങൾക്കും സ്നേഹത്തിനും പ്രതിഫലം നൽകണമേ. അവർക്ക് സമാധാനവും സന്തോഷവും നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ ഐക്യവും സൗഹൃദവും നൽകണമേ. ഞങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുവാനും പരസ്പരം താങ്ങുവാനും തണലാക്കുവാനുമുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും നൽകണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ബന്ധങ്ങളിൽ സ്നേഹവും വിശ്വസ്തതയും എന്നും നിലനിർത്തണമേ. ഞങ്ങളുടെ മക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് നല്ല ബുദ്ധിയും അറിവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നല്ല വഴിയിൽ നയിക്കുകയും സമൂഹത്തിന് പ്രയോജനമുള്ളവരാക്കുവാനും ഇടയാക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് നല്ല ആരോഗ്യവും സൗഖ്യവും നൽകണമേ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. മനസ്സമാധാനവും സന്തോഷവും എന്നും ഞങ്ങളിൽ നിറയ്ക്കണമേ. ആകുലതകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അങ്ങേ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും സമൃദ്ധിയും നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങേ ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. അധ്വാനിക്കുന്ന ഓരോ അംഗത്തെയും അനുഗ്രഹിക്കണമേ. അവരുടെ പ്രയത്നങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സ്നേഹവും നിലനിർത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും എന്നും ഉണ്ടായിരിക്കട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. വഴക്കുകളും പിണക്കങ്ങളുമില്ലാതെ ഒരു മനസ്സോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഞങ്ങൾ പരസ്പരം താങ്ങും തണലുമാക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിക്കണമേ. അങ്ങയെ അടുത്തറിയുവാനും അങ്ങയുടെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നല്ല ചിന്തകളും പ്രവൃത്തികളും ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങേ ഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ പോലെ ലോകത്തിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടും സമാധാനവും സന്തോഷവും ഐക്യവും ഉണ്ടാകുവാൻ സഹായിക്കണമേ. ദുരിതം അനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അവിടുന്ന് അവരെ ഓർക്കണമേ. എൻ്റെ കുടുംബം അമ്മയുടെ സ്നേഹത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും വിളക്കുമാടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പ്രാർത്ഥന അങ്ങേ സന്നിധിയിൽ സ്വീകരിക്കണമേ. എൻ്റെ കുടുംബത്തെ അമ്മയുടെ കരുണയിൽ എന്നെന്നും നിലനിർത്തണമേ. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രന ഞങ്ങൾ നൽകുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് തൽക്ഷണം പരിഹാരം ഉറപ്പു നൽകുന്ന അമ്മയുടെ കരങ്ങളിൽ ഒരു സാമ്പത്തിക അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ ദൈവമാതാവേ, പ്രയാസകരമായ സമയങ്ങളിൽ ഈ പ്രാർത്ഥന ആശ്വാസവും ശക്തിയും കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കാവശ്യമായ മാർഗനിർദ്ദേശവും സമാധാനവും സ്ഥിരോത്സാഹവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സാമ്പത്തിക കാര്യങ്ങളിൽ ദൈവിക ഇടപെടൽ തേടുവാൻ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന അവിടുന്ന് ഇപ്പോൾ ഞാൻ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ്. എൻ്റെ ഭാരങ്ങളെല്ലാം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ വലിയ കരുണയാൽ എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ. എൻ്റെ കുടുംബത്തെയും എന്നെയും സംരക്ഷിക്കണമേ. അങ്ങേ പുത്രൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, എൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഞാൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. എൻ്റെ എല്ലാ ഭാരങ്ങളും ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രത്യേകമായ ആവശ്യം ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആധ്യാത്മികവുമായ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വ്യക്തികളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങേ വലിയ കാരുണ്യത്താൽ എനിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ. എൻ്റെ കുടുംബത്തെയും എന്നെയും സംരക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിൽ അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ അനുഗ്രഹങ്ങളാൽ എൻ്റെ ജീവിതം നിറയ്ക്കണമേ. എൻ്റെ ജോലി, ബിസിനസ്, അഭിവൃദ്ധി, ഒപ്പം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജോലിയും ബിസിനസ്സും പഠനങ്ങളും അവരായിരിക്കുന്ന എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കടബാധ്യതകളിൽ നിന്ന് മോചിപ്പിക്കണമേ. സാമ്പത്തികമായി ഞങ്ങൾ സ്വതന്ത്രരാക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മഹത്വത്തിനും അങ്ങേ പുത്രൻ്റെ മഹത്വത്തിനുമായി ഞങ്ങളെ ഉപയോഗിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ ജീവിതം അങ്ങേ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജോലിയും ബിസിനസ്സും ഞങ്ങൾക്ക് എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധിയും നൽകണമേ. ഞങ്ങളുടെ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സാമ്പത്തികമായി ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. മറ്റുള്ളവരെ സഹായിക്കുവാനും ആത്മീയ കാര്യങ്ങളിൽ വളരുവാനും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. പരിശുദ്ധ മാതാവേ, സാമ്പത്തിക പ്രതിസന്ധിയിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും അങ്ങേ മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും ഈ നിമിഷം എന്നിൽ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ, എൻ്റെ ഭവനത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിനും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ വിലയുടെ കരുണ ഞങ്ങൾക്ക് നൽകണമേ. നല്ല ദൈവമേ, എൻ്റെ കുടുംബത്തെ മുഴുവനായി അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി പരിശുദ്ധ അമ്മയുടെ അങ്ങേ പുത്രൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹാകാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ പ്രാർത്ഥനയിൽ പങ്കുചേരുവാനും പ്രാർത്ഥനയിലായിരിക്കുവാനും എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. എന്നെ പ്രാപ്തിയാക്കണമേ. സുവിശേഷമാക്കുവാൻ സുവിശേഷമേക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ. എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ മുഴുവൻ കുടുംബത്തെയും അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്നും
10 കൽപ്പനകൾക്കെതിരായ പാപങ്ങളിൽ നിന്നും, മദ്യപാനം, മയക്കുമരുന്ന്, ആസക്തി തുടങ്ങിയ എല്ലാ ദോഷങ്ങളിൽ നിന്നും, തഴക്കദോഷങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ നിമിഷം സംരക്ഷിച്ച് അമ്മയുടെ നീലക്കുപ്പായത്തിനുള്ളിൽ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് സമാധാനം, സന്തോഷം എന്നിവ നൽകണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകട്ടെ. അങ്ങനെ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന്, മായാ വ്യഗ്രതകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. പരിശുദ്ധാമ്മേ, അമ്മയുടെ കരങ്ങളിൽ പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെയും എല്ലാ യുവജനങ്ങളുടെയും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ മക്കളെയും യുവജനങ്ങളെയും അമ്മയുടെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കണമേ. അവരുടെ പഠനത്തിൽ അനുഗ്രഹിക്കണമേ. നല്ല കൂട്ടുകെട്ടുകൾ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, നല്ല കൂട്ടുകെട്ടുകൾ എന്നും അവരുടെ സന്തോഷവും സമാധാനവും നേർവഴിയുമാകട്ടെ. തെറ്റായ എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ അകറ്റി നിർത്തണമേ. വഴിതെറ്റാതെ അമ്മയെ അനുസരിച്ച്, അങ്ങേ പുത്രനെ അനുസരിച്ച് ജീവിക്കുവാൻ എല്ലാ മക്കളെ സഹായിക്കണമേ. അവരുടെ ഭാവിയെ അമ്മയുടെ കരങ്ങളിൽ ഈ നിമിഷം ഞാൻ ഭരമേൽപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, എൻ്റെ മക്കളെയും എല്ലാ മക്കളെയും അമ്മയുടെ സംരക്ഷണത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒപ്പം ദമ്പതികളുടെയും ബന്ധങ്ങളുടെയും സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളികളെയും ഞങ്ങളുടെ ബന്ധത്തെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങളെ ഒരുമിച്ച് നിർത്തണമേ. തെറ്റിദ്ധാരണകളും വഴക്കുകളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. സർവശക്തനായ ദൈവമേ, ഈ നിമിഷം കരകടലാകാശത്തിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അമ്മയുടെ ദൂതന്മാരാൽ കാത്തുകൊള്ളണമേ. അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. ഈ നിമിഷം എൻ്റെ ഭവനത്തിലായിരിക്കുന്നവരും ഭവനത്തിന് പുറത്ത് വിദൂരതയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പേര് പറഞ്ഞ ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ മാതാവേ, ഞങ്ങളെല്ലാവരെയും നിത്യത വരെ കാത്തുകൊള്ളണമേ. സുരക്ഷിതമായി വീടണയുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങേ ദൂതന്മാരോടൊപ്പം യാത്ര ചെയ്യുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ. അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരെ സുരക്ഷിതരായി വീട്ടിലേക്ക് മടങ്ങുവാൻ സഹായിക്കണമേ. ഈ പ്രാർത്ഥന വിശ്വാസപൂർവം ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഒപ്പം എല്ലാ മക്കളെയും. രോഗികളുടെ വൈദ്യനായ യേശുനാഥ, ഈ നിമിഷം പല വിധത്തിലുള്ള രോഗങ്ങളാൽ ഭവനങ്ങളിലും ആശുപത്രികളിലുമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി രോഗത്താൽ വിഷമിക്കുന്ന വ്യക്തികളുടെ പേര് ഇപ്പോൾ പറയുക. പരിശുദ്ധാമ്മേ, ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മേൽ, സഹോദരൻ്റെ മേൽ, മകളുടെ മേൽ, മകൻ്റെ മേൽ, ഭാര്യയുടെ മേൽ, ഭർത്താവിൻ്റെ മേൽ, അപ്പൻ്റെ മേൽ, അമ്മയുടെ മേൽ, എൻ്റെ സുഹൃത്തിൻ്റെ മേൽ, എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗശൈലിയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യക്തി അങ്ങയുടെ ശക്തമായ കരം വെച്ച് സൗഖ്യമാക്കണമേ. വേദനകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ജീവദായകമായ സ്പർശനത്താൽ പൂർണ്ണ ആരോഗ്യം അവർക്ക് നൽകണമേ. അങ്ങേ ഇഷ്ടമെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ നൽകി അങ്ങയുടെ മഹത്വത്തിനായി അവരെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ ദൈവമേ, ഞാൻ നിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്നു. ഇപ്പോൾ രോഗശയിൽ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യക്തി, ഈ നിമിഷം രോഗിയുടെ പേര് പറയുക. ഈ വ്യക്തിയുടെ മേൽ അങ്ങേ ശക്തമായ കരം വെക്കണമേ. അവരെ സുഖപ്പെടുത്തണമേ. എല്ലാ വേദനയിൽ നിന്നും ബലഹീനതയിൽ നിന്നും മോചിപ്പിക്കണമേ. നിന്റെ ജീവൻ നൽകണമേ. നിന്റെ ജീവസ്പർശനത്താൽ അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകണമേ. അത് നിന്റെ ഇഷ്ടമാണെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണമായ മോചനം നൽകുകയും നിന്റെ മഹത്വത്തിനായി ആ വ്യക്തിയെ ഉപയോഗിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവേ, രോഗാവസ്ഥയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയെ അങ്ങയുടെ സാന്നിധ്യത്താൽ ആശ്വസിപ്പിക്കണമേ.
അവർക്ക് മാനസികമായും ശാരീരികമായും ശക്തി നൽകണമേ. ഭയവും നിരാശയും ആ വ്യക്തിയിൽ നിന്ന് അകറ്റണമേ. രോഗസൗഖ്യത്തിനായുള്ള ചികിത്സകൾക്ക് ഫലം നൽകണമേ. ഈ വേദനകളെല്ലാം സഹിക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. സ്നേഹനാഥ, ഈ നിമിഷം പരിശുദ്ധമ്മ വഴി ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ചികിത്സയിലുള്ള ആളുകൾക്കും നേഴ്സുമാർക്കും പരിചരിക്കുന്നവർക്കും അങ്ങേ ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ. അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും സ്നേഹത്തോടെ പരിചരിക്കുവാനുമുള്ള കഴിവ് നൽകണമേ. അവരുടെ കരങ്ങളിലൂടെ അങ്ങയുടെ സൗഖ്യദായകമായ ശക്തി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പരിചരണക്കാർക്കും അങ്ങേ ജ്ഞാനവും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും രോഗം നിർണയിക്കുവാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ ആശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശക്തിയിൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കുടുംബത്തിന് എനിക്കാവശ്യമായ, എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികൾക്ക് ആവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ സംരക്ഷണം പരിശുദ്ധ അമ്മയിലൂടെ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സന്നിധിയിൽ ഞാൻ അണയുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും അസൂയകളിൽ നിന്നും ദുഷിച്ച കണ്ണുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കണമേ. അമ്മയുടെ തിരുക്കുമാരൻ്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ മൂടണമേ. അങ്ങേ വിശുദ്ധ ദൂതരെ ഞങ്ങൾക്ക് കാവലായി നിർത്തണമേ. തിന്മയുടെ ഒരു ശക്തിക്കും ഞങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഒത്തുചേർക്കണമേ. ദുഷ്ടതയിൽ നിന്നും തിന്മയിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ഞങ്ങളെ അങ്ങേ ദൂതന്മാരാൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. തിന്മയുടെ എല്ലാ കെണികളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അങ്ങയുടെ തിരുരക്തത്താൽ സമർപ്പിക്കുന്നു. തിന്മയുടെ ഒരു ശക്തിയും ഞങ്ങളുടെ മേൽ അധികാരമില്ലാതാകട്ടെ എന്ന് ആജ്ഞാപിക്കുന്നു. ഈശോയെ, യേശുവിൻ്റെ വിലയേറിയ രക്തമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. തിന്മയുടെ കെണികളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈശോയുടെ തിരുരക്തം ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ, ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങേ വിലയേറിയ രക്തത്താൽ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ മേൽ അധികാരം ചെലുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മാലാഖേ, എൻ്റെ കാവൽ മാലാഖേ, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്നെ പ്രകാശിപ്പിക്കുകയും കാത്തുകൊള്ളുകയും നയിക്കുകയും ചെയ്യണമേ. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. ദൈവദൂതൻ, എൻ്റെ പ്രിയപ്പെട്ട കാവൽക്കാരൻ, ദൈവസ്നേഹം എന്നെ ഇവിടെ ഏൽപ്പിക്കുന്നവൻ ഇന്നുവരെ എൻ്റെ കൂടെ ഉണ്ടാകണമേ. വെളിച്ചത്തിനും കാവലിനും ഭരിക്കുവാനും വഴികാട്ടുവാനും എല്ലാ തിന്മകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയെ, യുദ്ധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പിശാചിന്റെ ദുഷ്ടതകളിൽ നിന്നും കെണികളിൽ നിന്നും ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന ഈ നിമിഷം താഴ്മയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭുവായ അങ്ങ് ആത്മാക്കളുടെ നാശത്തിനായി ലോകത്തിൽ ചുറ്റിയിരിക്കുന്ന സാത്താനെയും മറ്റ് ദുഷ്ടാത്മാക്കളെയും ദൈവത്തിൻ്റെ ശക്തിയാൽ നരകത്തിലേക്ക് തള്ളിയിടണമേ. ആമേൻ. വിശുദ്ധ മിഖായേൽ, പ്രധാന ദൂതനെ, യുദ്ധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. കൃപാസനം പ്രസാദപരം മാതാവേ, തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടും ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയത്തോടും ആത്മാർത്ഥമായ ഹൃദയത്തോടും കൂടി ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാനും പാപം ഒഴിവാക്കുവാനും ആത്മീയ മാർഗനിർദ്ദേശം തേടുവാനും എന്നെ സഹായിക്കണമേ. ഈ സംരക്ഷണ പ്രാർത്ഥനയിലൂടെ എനിക്കാവശ്യമായ എല്ലാ ശക്തിയും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാർഗനിർദ്ദേശവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.